ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 15 ഈ ഓഗസ്റ്റ് 15 ആയതുകൊണ്ടാണ് മിൽക്കുട്ടി ഇത് അവിടെ ഒരു ക്യാപ്പൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, മറ്റന്നാളൊക്കെ ആയിരിക്കും. കാരണം കുറച്ച് എഡിറ്റിങ്ങിനൊക്കെ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മിൽക്കുട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്യാപ്പാണ് കേട്ടോ. ഇതെങ്ങനെയാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്ന് പറയാൻ അറിയോ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് സ്വന്തമായിട്ട്. എങ്ങനെ പറയും? ഉണ്ടാക്കി I made this flag. ഫ്ലാഗ് എന്ന് പറയാം നമ്മൾ, ഈ പതാകയ്ക്ക് ഫ്ലാഗ് എന്ന് പറയാം. I made this flag myself. ഞാൻ ഇത് സ്വയം ഉണ്ടാക്കിയതാണെന്നാ പറയാം. അവളാണെങ്കിൽ she made that flag herself. ഞാൻ പറയുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, മിൽക്കുട്ടിക്ക് ഒരു സ്കൂട്ടി എടുത്തിട്ട് യാത്ര ചെയ്യാൻ പോവാണ്. ഓക്കെ, എങ്ങോട്ടൊന്നും അറിയില്ല, അങ്ങ് പോവാൻ നമ്മള്. ഓക്കെ, ജസ്റ്റ് ടൗണിലേക്ക് ഓടിക്കലാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ആരൊക്കെ കാണും, എന്തൊക്കെ ചെയ്യും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. അപ്പം മിൽക്കുട്ടി സ്കൂട്ടി ഉണ്ട് കയ്യിൽ, വിചാരിച്ചോ? അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്കൂട്ടിയിലേക്ക് കയറാൻ പോകുന്നത്. സ്കൂട്ടി അതിന് മുന്നേ എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഞാൻ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. I am going to start the scooty. I am going to start the scooty. ഞാൻ എൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഗോയിങ് ടു ചേർത്ത് പറയാട്ടോ. അതൊക്കെ നമ്മൾ പണ്ടേ. അതെ അതെ അതെ. അപ്പോൾ ഗോയിങ് ടു വെച്ചിട്ട് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ പറയാം? I started the scooty. ഇപ്പോൾ ഞാൻ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ സ്കൂട്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. I am going to കയറാൻ പോവുകയാണ്. കയറിയിട്ടില്ല, കയറാൻ പോവുകയാണ്. to get on the bike. I am going to get on the scooty. ബൈക്കല്ലല്ലോ, ഇപ്പൊ സ്കൂട്ടിയിലല്ലേ കയറുന്നത്? ബൈക്കാണെങ്കിൽ ബൈക്ക്. രണ്ടാണ്, പക്ഷെ രണ്ടും നമുക്ക് അതെ. I am going to get on the scooty. ഞാൻ സ്കൂട്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. നീ കയറാൻ പോയി, കയറി കഴിഞ്ഞ പിന്നെ എന്താണ് അടുത്തത്? കയറി കഴിഞ്ഞു. അപ്പൊ എങ്ങനെ പറയാ? അതാണ് I got on the scooty. ഇപ്പൊ ആ വ്യത്യാസം മനസ്സിലായില്ലേ? അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ അതിന്റെ മുകളിലോട്ട് ഈ ഗോട്ട് ഓൺ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആടുണ്ടാവില്ലേ, അതിനെന്താ ഇംഗ്ലീഷ് പറയാ? ഗോട്ട്. അത് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഒന്ന് GOAT ഒന്ന് GOT ആണ്. പക്ഷെ നമുക്ക് അത് ഓർക്കാൻ വേണ്ടിയിട്ട് ആടിനെ ഓർത്താൽ മതി. അതായത് നമ്മളൊരു അതായത് നമ്മൾ കാറിലേക്ക് കയറുന്നതും ഓട്ടോയിലേക്ക് കയറുന്നതും അതൊരു ടാക്സി അല്ലേ? അതായത് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ മുകളിൽ അത് നടക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മളവിടെ ഗോട്ട് ഇൻ പറയണം, അതിൻ്റെ ഉള്ളിൽ കയറി, അല്ലെങ്കിൽ ഗെറ്റ് ഇൻ പറയണം. ഇനി നമ്മൾ ബസ്, അതുപോലെ ട്രെയിന്, കപ്പൽ, ബൈക്ക്, ഇതിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ എന്താ പറയുക? ഓൺ പറയണം. അതായത് ഗെറ്റ് ഓണോ അല്ലെങ്കിൽ നമ്മൾ കയറിയെന്നാണെങ്കിൽ ഗോട്ട് ഓണോ പറയട്ടെ. അല്ല, ബൈക്കിന്റെ ഉള്ളിൽ നടക്കാൻ പറ്റും, പക്ഷെ ബൈക്കിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓട്ടോയിൽ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിന്റെ ഉള്ളിലായിരിക്കുന്നത്. ബൈക്കാണെങ്കിൽ നമ്മൾ അതിന്റെ മുകളിലാണ്. അതേപോലെ ഈ ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിലാവൂലേ? ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അത് ഇന്ന് വരും. അതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് വരും. ഓക്കെ, ബസ് സ്റ്റോപ്പ് നമ്മളെ ഈ കഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കഥ മീൻസ് നമ്മളിപ്പോൾ പറയുന്നതിലേക്ക് നമുക്ക് ബസ് സ്റ്റോപ്പിനെ കൊണ്ടുവരാം. അപ്പോൾ അത് ആ ഒരു ക്ലിയർ ആവും.
അപ്പോൾ ഓക്കെ, അപ്പം നമ്മളിതാ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ സ്കൂട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ടൗണിലേക്ക്. പറ. I am going to town. നൗ ഐ ആം ഗോയിങ് ടു ടൗൺ. എൻ്റെ സ്കൂട്ടിയിൽ My bicycle. അല്ല, എൻ്റെ സ്കൂട്ടിയിൽ നിന്ന് എങ്ങനെ പറയാം? My. മൈ ബൈ വേണ്ട, ബൈ മൈ സ്കൂട്ടി. Okay, by my. എൻ്റെ സ്കൂട്ടിയാൽ, അതായത് ഐ ആം ഗോയിങ് ടു ടൗൺ ബൈ മൈ സ്കൂട്ടി, അല്ലെങ്കിൽ ബൈ സ്കൂട്ടി എന്ന് മാത്രം പറഞ്ഞാലും മതി. ഐ ആം ഗോയിങ് ടു ടൗൺ ബൈ സ്കൂട്ടി. എൻ്റെ സ്കൂട്ടിയിൽ ഞാൻ ടൗണിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഒരു ബസ് സ്റ്റോപ്പിൽ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. എൻ്റെ ഫ്രണ്ടിനെ പറയൂ. I saw യെസ്. my friend. I saw my friend. പോട്ടെ. It I it bus I at bus saw- stop. At bus stop. I saw my friend at At bus bus stop. പോകുന്ന വഴിക്ക്. On the way. On the way. I saw my friend at the bus stop. ഞാൻ on കാര്യം the way. പറയട്ടെ, ഇനി അച്ഛൻ പറഞ്ഞു തന്നാൽ മാത്രം മതി. ഓക്കേ. കാണാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ എൻ്റെ ഒരു സംശയം, ഈ അറ്റ് ബസ് സ്റ്റോപ്പ് പറഞ്ഞില്ലേ, എന്താ അറ്റ് ബസ് സ്റ്റോപ്പ് പറയാൻ കാര്യം? ഇൻ ദ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ഇന്ത ബസ് സ്റ്റോപ്പ് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലോ? അത്രേ ഉള്ളൂ. അതായത് ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിലാണ് സുഹൃത്തെങ്കിൽ ഐ സോ മൈ ഫ്രണ്ട് ഇൻ ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. ഇനി ബസ് സ്റ്റോപ്പിന്റെ പുറത്ത് ആ പരിസരത്ത് എവിടെയെങ്കിലും ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഐ സോ മൈ ഫ്രണ്ട് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അതാണ് ഈ അറ്റും ഇന്നും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഓക്കെ, ഓണം ഓണോ? ഞാന് എന്താ ഓൺ ദ ബസ് സ്റ്റോപ്പാ? ഓൺ ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് ഓൺ ദ ബസ് സ്റ്റോപ്പ് എന്താ? അതെന്താ വ്യത്യാസം? അതിന്റെ മുകളിൽ കയറി ഓൺ ദ ബസ് സ്റ്റോപ്പ് എന്നാണ്. ബസ് സ്റ്റോപ്പിന്റെ മുകളിൽ ആരെങ്കിലും ഒക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. നോ ഇഷ്യൂസ്. ബസ് സ്റ്റോപ്പിന് മുകളിൽ ആരും കയറിയിരിക്കില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞപ്പം ഫ്രണ്ട് നമ്മൾ അടുത്തേക്ക് വന്നു. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു, അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. She came at me. At me അല്ല, to me. She came to me. അവൾ എൻ്റെ അടുത്തേക്ക് ഞാൻ വന്നു. ടു പറയാൻ പിന്നെ അതായി പോയി. അപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവളോട് ചോദിച്ചു. I asked you. ഞാൻ അവളോട് ചോദിച്ചു. I asked her. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നീ ആരെ വെയിറ്റ്? ബസ് സ്റ്റോപ്പിലാണല്ലേ, ബസ് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ, ലിമിറ്റ്. ഓക്കെ, എന്തായാലും ബസ് സ്റ്റോപ്പിലാണ്, ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ ചോദിക്കേണ്ട ചോദ്യം, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, അവളെ എങ്ങോട്ടേലും പോകാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. നീ എങ്ങോട്ടാണ് പോകുന്നത്? എവിടെ മീൻസ് എങ്ങോട്ട് മീൻസ് എവിടെയാണ് പോകുന്നത്? എവിടെയാണ് അല്ലല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നീ എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഇനി Where are you going എന്നാ ചോദിക്കുക. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഇനി തൊട്ട് അടുത്ത ഒരു സ്റ്റേജിലേക്ക് വരാൻ പോണ കാര്യവും നമുക്ക് ING ചേർത്താണ് പറയാം. അപ്പോൾ വേർ ആർ യു ഗോയിങ്, നീ എവിടേക്കാണ് പോകുന്നത്? ഓക്കെ, അപ്പോൾ അവള് പറയാണ്, എനിക്ക് ഒരു സ്ഥലം പറയാം, ഇന്ന സ്ഥലത്തേക്ക് പോകണം. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലം പറയാം, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം. ആലോചന വേണ്ട, വേഗം പറയാം, സമയങ്ങളൊക്കെ. എനിക്ക് പോവുക വേണം ഇന്ന സ്ഥലത്തേക്ക്. കോഴിക്കോട്. അമ്മേ, അത്രയും ദൂരമൊക്കെ പോണോ? ഓക്കെ, ഐ വാണ്ട് ടു ഗോ ടു നിലമ്പൂർ. എനിക്ക് നിലമ്പൂരിലേക്ക് പോകണം. അതിനാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അതെ, ഐ വാണ്ട് ടു ഗോ ടു നിലമ്പൂർ. എനിക്ക് നിലമ്പൂരിലേക്ക് പോകണം. കാരണം വാണ്ട് വന്നാൽ നമ്മൾ ടു ഇല്ലാതെ ഒരു സാധനം പറയും. ഓക്കെ,
അപ്പോൾ അവരോട് അവളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയാലോ, നമുക്ക് ഒരുമിച്ച് പോവുക ചെയ്താലോ, ഒരു സാധ്യതയാണ്, സാധ്യത, നമുക്ക് ചെയ്താലോ എന്ന് സാധ്യതയ്ക്ക് നമ്മളൊരു 50% വെച്ചിട്ട് നമ്മളൊരു സംഭവം പഠിച്ചിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? നമുക്കത് ചെയ്താലോ, ലെറ്റ്സ് ഗോ, അത് പറയാം. അല്ലാതെ ഒരു സംഭവം ഓക്കെ, എന്നാൽ ലെറ്റ്സ് ചേർത്ത് പറ. അത് ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരുമിച്ച് പോയാലോ, ഒരുമിച്ച് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പോയാലോ എന്ന് പറ. ലെറ്റ്സ് ഗോ ടുഗദർ. ലെറ്റ്സ് ഗോ ടുഗദർ. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് പറയുന്ന സംഭവമാണ് ലെറ്റ്സ് ഗോ എന്ന് പറയുന്നത്. സോറി, ലെറ്റ്സ് ഗോ ടുഗദർ എന്ന് പറയുന്നത്. ഇനി വേറൊരു സംഭവം ഉണ്ട്. നമ്മളൊരു 50% ഒരു കഥയൊക്കെ പഠിച്ചിട്ടില്ലേ, ഒരിക്കൽ ഓർമ്മയുണ്ടോ? അല്ല, 2 കുരങ്ങന്മാര് തമ്മിൽ, എന്നിട്ട് ഒരു കുരങ്ങൻ വേറൊരു കുരങ്ങൻ അതിൻ്റെ ഒരു പ്രണയിനെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവള് പോയി. അത് തന്നെ ആ സംഭവം നമ്മൾ പഴയ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ആ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് എടുത്ത് കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. ഷാൾ എന്ന് പറയുന്നത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെയാണ്, അതൊക്കെ അച്ഛൻ ഏതോ വഴിക്ക് കൊണ്ടുപോയി കള്ളത്തരാണ്, എന്നാലും നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് എങ്ങനെ പറയാ, നമുക്കത് ചെയ്താലോ എന്ന് ഈ ഷാൾ വെച്ചിട്ട് എങ്ങനെ പറയാം? മീൻസ് നമുക്ക് പോയാലോ, ഒരുമിച്ച് പോയാലോ എന്ന് ഷാൾ വെച്ചിട്ട് എങ്ങനെ പറയും? ഷാൾ വി ഗോ ഒരുമിച്ച്, ഷാൾ വി ഗോ ടുഗദർ, ലെറ്റ്സ് വി ഗോ ടുഗദർ എന്ന്, അല്ലെങ്കിൽ സോറി ലെറ്റ്സ് വി അല്ല, ലെറ്റ്സ് ഗോ ടുഗദർ എന്ന് പറയുന്നതും ഷാൾ വി ഗോ ടുഗദർ എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ്. രണ്ടും നമുക്ക് മാറ്റിയും തിരിച്ചു ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അവള് പറയണം ഓക്കെ നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത് പറയണം ഓക്കെ ബൈക്കിൽ കയറിക്കോളൂ. കേറിക്കോളൂ. സ്കൂട്ടി. അപ്പോൾ യു മേ ഗെറ്റ് ഓൺ ദ സ്കൂട്ടി, നീ സ്കൂട്ടിയിലേക്ക് കയറിക്കോളൂ എന്ന് നമ്മൾ പറയണം. നമ്മൾ സാധാരണ നമ്മൾ മേ ഒന്നും ചിലപ്പോൾ പറയില്ല, ഗെറ്റ് ഓൺ ദ സ്കൂട്ടി എന്നേ പറയുള്ളൂ. പക്ഷെ നമ്മൾ എഴുതുമ്പോഴും കറക്റ്റ് വരുമ്പോഴും നമ്മൾ അനുവാദം കൊടുക്കുമ്പോൾ മേ ചേർത്തിട്ടാണ് പറയാം, അല്ലെങ്കിൽ എഴുതുക. അപ്പോൾ യു മേ ഗെറ്റ് ഓൺ ദ സ്കൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവള് സ്കൂട്ടിയിൽ കയറി. സ്കൂട്ടി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാ പറഞ്ഞേ, ഞാൻ പറയുന്നത് ആലോചിക്കണം, പറയുന്നത് ശ്രദ്ധിക്കണം, എന്നാലേ കിട്ടുള്ളൂ. We were going to നിലമ്പൂർ together. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. We were going together to നിലമ്പൂർ. ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നിലമ്പൂരിലേക്ക്. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ കണ്ടു. ഞങ്ങളൊരു ഹോട്ടൽ കണ്ടു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ വീന്റെ ഒക്കെ കൂടെ എന്ന് വെച്ചാല് നമ്മള് പറയുമ്പോ അതൊരു വേറെ സെന്റൻസ് ആയിട്ട് വരും. എന്ന് വെച്ചാല് മനസ്സിലായില്ല, അതിലേക്ക് ചേർന്നതാവൂല, വേറത് വരുന്നു. പറയുമ്പോ നമുക്ക് മനസ്സിലാവും തെറ്റാണെന്നുള്ളത്, തെറ്റ് പോലെയാണ്. അത് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നമ്മള് കറക്റ്റ് എന്താന്ന് നമ്മുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് പഠിച്ചപ്പോ ഇതിന്റെ കൂടെ ഒന്ന് എന്ന് വെച്ചാല് ഒന്ന് ഇതിലേക്ക് ചേരുന്നില്ല. അപ്പൊ ഞാൻ കരുതി ഇതെന്താ ചേരാത്ത. അച്ഛനോടാണ് ഞാൻ ചോദിച്ചിരുന്നു എന്താ ഇത് ചേരാത്തത്. അപ്പൊ അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല, പിന്നെ ഞാൻ പറഞ്ഞുതരാം. അതന്നെ. അപ്പോൾ നമ്മൾ ഹോട്ടൽ കണ്ടു. ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ അവളോട് ചോദിക്കുകയാണ്, നമുക്കൊരു ബിരിയാണി കഴിച്ചാലോ?
ലെറ്റ്സ് ബിരിയാണി. ലെറ്റ്സ് ഹാവ് എ ബിരിയാണി അല്ലെങ്കിൽ ലെറ്റ്സ് ഈറ്റ് ബിരിയാണി അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് ബിരിയാണി. നമുക്ക് ബിരിയാണി കഴിച്ചാലോ? V1 ഉള്ളൂ കേട്ടോ ലെറ്റ്സിന്റെ അതിന്റെ കൂടെ ചെയ്തു. അപ്പോൾ അവള് ചോദിക്കാണ്, അവിടെ ഇപ്പൊ സമയം 12 മണി ആവുന്നേ ഉള്ളൂ, അവിടെ ബിരിയാണി ഉണ്ടാകുമോ? അവിടെ ബിരിയാണി ഉണ്ടാകുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവിടെ ബിരിയാണി ഉണ്ടാകും എന്നൊരു സെന്റൻസ് നമ്മൾ ഉണ്ടാക്കുക. അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതി. അവിടെ ബിരിയാണി ഉണ്ടാവും എന്ന് ആദ്യം പറ. There will ബിരിയാണി. There will be ബിരിയാണി. There will be ബിരിയാണി in that hotel. Will be ബിരിയാണി. Will be അല്ല, will be അല്ല, will be മൊത്തത്തിൽ പുറത്തെടുക്കാൻ പറ്റില്ല. Will there be ബിരിയാണി. Will there be ബിരിയാണി in that hotel? Okay. at this time അല്ലേ? ഈ സമയത്ത് അവിടെ ബിരിയാണി ഉണ്ടാവുമോ? സമയം ആയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം വരുന്നത്. അപ്പോൾ നമുക്കിത് എപ്പോഴും ആവശ്യം വരും കേട്ടോ. അവിടെ ഉണ്ടാകുമോ? അവിടെ ഉണ്ടാകും. അതേമാതിരി അവിടെ ഉണ്ട് അല്ലേ? ഇതൊക്കെ വരുന്നത് there is, there was, there will be എന്നുള്ള 3 യൂസേജസ് ആണ് കേട്ടോ. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങളൊന്ന് കാണുക കേട്ടോ. വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു യൂസേജാണ്. ഇപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടാവും എന്ന് പറയുമ്പോൾ there will be ബിരിയാണി in that hotel. ഇനിയിപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടെന്നാണെങ്കിൽ there is ബിരിയാണി in that hotel. ഇനി അവിടെ മുന്നേ ബിരിയാണി ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ there was ബിരിയാണി in that hotel. ഇങ്ങനെ 3 യൂസേജസ് ആയിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ ബിരിയാണി അവിടെ ഉണ്ടാവും എന്നാണ് ഫ്രണ്ട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറയണം ബിരിയാണി അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടാവും, അവിടെ ആകും ബിരിയാണി. There will be ബിരിയാണി in that hotel now. ഇപ്പം അവിടെ ബിരിയാണി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ എത്തി, ബിരിയാണിക്ക് ഓർഡർ കൊടുത്തു. ബിരിയാണിക്ക് ഓർഡർ കൊടുക്കണം. നമുക്ക് ബിരിയാണിക്ക് ഓർഡർ കൊടുക്കണം. വെയിറ്റർ വന്നു. വെയിറ്റർ വരുമ്പോൾ പറയാണ് ഞങ്ങൾക്ക് ഒരു ബിരിയാണി വേണം. ഒന്നല്ല 2, ഞങ്ങൾക്ക് 2 ബിരിയാണി വേണം. ബിരിയാണീസ് 2 എണ്ണം അല്ലേ? വി വാണ്ട് 2 ബിരിയാണീസ്, ഞങ്ങൾക്ക് 2 ബിരിയാണികൾ വേണം അല്ലേ? അപ്പോൾ അയാൾ ഓക്കെ എന്ന് പറയാണ്. ഓക്കെ പോയിട്ട് എന്ത് ബിരിയാണി വേണ്ടേ? ഫിഷ് ബിരിയാണി വേണോ, മട്ടൻ ബിരിയാണി വേണോ, ഫിഷ് ബിരിയാണി അല്ല ചിക്കൻ ബിരിയാണി വേണോ, അങ്ങനെ അപ്പോൾ അയാൾ ചോദിക്കാണ് എന്ത് ബിരിയാണി, ഏത് ടൈപ്പിലുള്ള ബിരിയാണിയാണ് വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളൊരു ഓക്സിലറി ചേർക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുന്നത്. അതും കൂടി കൂട്ടിയിട്ട് പറയണം. വിച്ച് ടൈപ്പ് ബിരിയാണി ഡു യു ബിരിയാണി വേണ്ടത് അപ്പോ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ബിരിയാണിയാണ് വേണ്ടത് അല്ലെങ്കിൽ എന്ത് ടൈപ്പിലുള്ള ബിരിയാണിയാണ് വേണ്ടത്? അത് 2 രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? വിച്ച് ടൈപ്പ് ഓഫ് ബിരിയാണി ഡു യു വാണ്ട്? വിച്ച് ടൈപ്പ് ഓഫ് ബിരിയാണി ഡു യു വാണ്ട് അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ബിരിയാണി ഡു യു വാണ്ട് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ടൈപ്പ് ബിരിയാണി ഡു യു വാണ്ട് അങ്ങനെ ചോദിക്കാം. ഡു യു വാണ്ട് അവിടെ മാറില്ല. ഡു യു വാണ്ട് മാറില്ല. വാട്ടും അല്ലേ? വാട്ട് ടൈപ്പ് ബിരിയാണി ഡു യു വാണ്ട് അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ബിരിയാണി ഡു യു വാണ്ട് എന്നൊക്കെ ചോദിക്കാം നമുക്ക്. അപ്പോൾ അവിടെ ചെന്നു നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. എന്ത് ബിരിയാണി ഓർഡർ ചെയ്യണ്ടേ? ഫിഷ് ബിരിയാണി. അപ്പോൾ നമ്മൾ പറയണം ഞങ്ങൾ ഫിഷ് ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നു. 2 ആഗ്രഹിക്കുന്നു. കഴിക്കാൻ. അത് മനസ്സിലായി. ബിരിയാണി, ഫിഷ് ബിരിയാണി. വി വുഡ് ലൈക്ക് ടു ഹാവ് അല്ലെങ്കിൽ വി വുഡ് ലൈക്ക് ടു ഈറ്റ് 2 ഫിഷ് ബിരിയാണീസ്. 2 ഫിഷ് ബിരിയാണികളാണ് ഞങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അയാൾ ഓർഡറൊക്കെ എടുത്തു. അയാൾ എന്നിട്ട് അതിൽ പോയിക്കോട്ടെ.
അപ്പോൾ അയാൾ ഓർഡറൊക്കെ എടുത്തു. അതിനുശേഷം അയാൾ ബിരിയാണി കൊണ്ടുവന്നു. ബിരിയാണി ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ ബിരിയാണി കഴിച്ചു. We ate ബിരിയാണി. ഓക്കെ, ഫിഷ് ബിരിയാണി. ആ, അപ്പോൾ ഞങ്ങൾ ഒരു 10 മിനിറ്റ് ആയിട്ട് ഇപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയണം. We have been eating for ഈറ്റിംഗ് എന്ത്? ഫിഷ് ബിരിയാണി eating for 5 minutes. വി ഹാവ് ബീൻ ഈറ്റിംഗ് ബിരിയാണി ഫോർ 5 minutes അല്ലേ? ഞങ്ങൾ 5 അല്ലല്ലോ പറഞ്ഞ 10 അല്ലേ? വി ഹാവ് ബീൻ ഈറ്റിംഗ് ബിരിയാണി ഫോർ 10 minutes. ഞങ്ങൾ 10 മിനിറ്റോളായിട്ട് ബിരിയാണി കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു സംഭവം തുടങ്ങി കുറച്ച് സമയം മുൻപേ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, വി ഹാവ് ബീൻ, എന്നിട്ട് ING നമ്മൾ അടുത്ത കാര്യം പറയും, വി ഹാവ് ബീൻ ഈറ്റിംഗ് ബിരിയാണി ഫോർ 10 minutes. ഓക്കെ, അയാൾ വെള്ളം കൊണ്ടുവന്നു. ഓക്കെ, വെള്ളം കൊണ്ടുവന്നു. അയാൾ വെള്ളം കൊണ്ടുവന്നപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 ഗ്ലാസ്സിലും 2 വ്യത്യസ്ത രീതിയിലാണ്. ഒരു ഗ്ലാസ്സിൽ അയാൾ ഒഴിച്ചിട്ടില്ല, പക്ഷെ അതിനകത്തൊരു തുള്ളി വെള്ളമുണ്ട്. ഒരൊറ്റ അല്ല, ഒരു കുറച്ചുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഹാഫ് അല്ല, ഒരു ഗ്ലാസ് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പുറത്തെ ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഗ്ലാസ് വെച്ചിട്ട് എനിക്ക് പറയണം, ഈ ഗ്ലാസ്സിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. മീൻസ് ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, കുടിക്കാവുന്നതിന് അത്രയും വെള്ളം ഇതിനകത്തുണ്ട് ഈ ഫുൾ ഗ്ലാസ്സിൽ. എങ്ങനെ പറയും? അവിടെയുണ്ട് ഈ ഗ്ലാസ്സിൽ. ഈ ഗ്ലാസ്സിൽ എന്നെ water in the bottle. In the glass. ഞാൻ ഗ്ലാസ്സിൽ എന്നല്ലേ പറഞ്ഞേ? ഈ ഗ്ലാസ്സിൽ കുടിക്കാവുന്ന അത്രയും വെള്ളമുണ്ട് അല്ലേ? There is a little water in this glass. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഗ്ലാസ്സിൽ കുടിക്കാവുന്ന അത്രയും വെള്ളമുണ്ട്. ഇതിലാണെങ്കിലോ കുടിക്കാവുന്ന അത്രയും വെള്ളം ഇല്ല, ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമേ ഉള്ളൂ. അപ്പം എന്താ പറയാ? There is little water in the glass. ക്ലച്ചൊക്കെ മാറ്റി ഗിയറൊക്കെ ഇട്ട് വണ്ടി ഒന്നും ഇങ്ങനെ ഓയിലൊക്കെ കൊടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേന് സമയമെടുക്കും. അത്രയും ക്ഷമിച്ചിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലിറ്റിലും നമ്മളെ വ്യത്യാസമാണ്. അത് ഒരു ഗ്ലാസ്സിൽ കുറച്ചധികം വെള്ളമുണ്ട്. അപ്പോൾ നമുക്കത് കുടിക്കാവുന്ന ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ there is a little എന്ന് പറയണം. there is a little water in this glass. ഇനി ഇപ്പുറത്തെ ഗ്ലാസ്സിൽ കുറച്ചേ ഉള്ളൂ, നമുക്ക് കുടിക്കാൻ പാകത്തിന് ഇല്ല. അപ്പൊ അതിനകത്ത് വെള്ളം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, ഫുള്ള് ഇല്ല എന്നല്ല അർത്ഥം, അതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് ഉണ്ട്, നമുക്ക് ഇല്ല, കുടിക്കാൻ പാകത്തിനുള്ള വെള്ളമില്ല. അപ്പൊ നമ്മൾ there is little water in this glass എന്ന് പറയും. അതിനകത്ത് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളം ഇല്ല. ഇതിനകത്താണെങ്കിൽ കുടിക്കാൻ പാകത്തിനുള്ള വെള്ളമുണ്ട്. അപ്പോൾ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ കുറച്ച് നീളം കൂടുതലല്ലേ? ഉണ്ട് ലിറ്റിലും ഉണ്ട്, അതിൽ കുറച്ച് കൂടുതലുണ്ട്. ലിറ്റിൽ എന്ന് മാത്രമാണെങ്കിൽ കുറച്ചേ ഉള്ളൂ എന്നർത്ഥം. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു, ബില്ല് കൊടുക്കാൻ പോവാം. അപ്പോൾ ആരെ ബില്ല് കൊടുക്കുക? ഓക്കെ, അപ്പോൾ ബില്ല് എത്രയായി ബില്ല് എന്ന് ചോദിക്കും. ഹൗ മച്ച് ഈസ് ദ ബിൽ അല്ലേ? ബില്ല് എത്രയായി അല്ലെങ്കിൽ പൈസ. ഹൗ മച്ച് ഈസ് ദ മണി അല്ല ചോദിക്കുക, ബില്ലെന്ന് ചോദിക്കുക. നമ്മൾ പൈസ എത്രയെന്ന് കടയിൽ പോയി ചോദിക്കില്ല. ഹൗ മച്ച് ഈസ് ദ ബിൽ, ബില്ല് എത്രയായി. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബിൽ, എന്താണ് ബില്ല് അല്ലേ? എന്താണ് ബില്ല് അങ്ങനെ ചോദിക്കും. വാട്ട് ഈസ് ദ ബിൽ അങ്ങനെ ചോദിക്കും. അങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ ചോദിച്ചാൽ മതി നമുക്ക്. ഹൗ മച്ച് ഈസ് ദ ബിൽ, ബില്ല് എത്രയായി അല്ലേ? ബില്ല് എത്രയായി, ഹൗ മച്ച് ഈസ് ദ ബിൽ എന്ന് ചോദിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഗൂഗിൾ പേ ഉണ്ടോ ഇവിടെ? ഗൂഗിൾ പേ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അല്ല, അയാളുടെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഡു യു ഹാവ് നിങ്ങളുടെ കയ്യിലുണ്ടോ?
ഗൂഗിൾ പേ അല്ലേ? ഡു യു ഹാവ് ഗൂഗിൾ പേ? അപ്പോൾ അയാൾ പറയാണ് നമ്മൾ അവിടെ നോക്കിയപ്പോൾ ഈ QR കോഡൊന്നും അവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ പ്ലേ ഇട്ടിരുന്നു. അത് പ്ലേ അല്ല, പേ ആണ്. അപ്പോൾ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു. ഡു യു ഹാവ് ഗൂഗിൾ പേ അല്ലേ? ഡു യു ഹാവ് ദ ഗൂഗിൾ പേ ഫെസിലിറ്റീസ്? നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയും അല്ലേ? യെസ്, ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്. ആ എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ട്. ഉണ്ട്, എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ. കയ്യൊന്നും പറയണ്ട, എനിക്കുണ്ട് ഗൂഗിൾ പേ. ഐ ഹാവ് ഗൂഗിൾ പേ. ഐ ഹാവ് ഗൂഗിൾ പേ അല്ലേ? എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഗൂഗിൾ പേ ഫെസിലിറ്റി. എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഫെസിലിറ്റി ഉണ്ട്. ഇതാണ് QR കോഡ്. ഇതാണ് QR കോഡ്. എങ്ങനെ പറയും? ഇത് ആണ് QR കോഡ്. ദിസ് ഈസ് QR കോഡ്. ദിസ് ഈസ് QR കോഡ്. ഇതാണ് QR കോഡ്. നിങ്ങൾ സ്കാൻ ചെയ്തോളൂ. ചെയ്തോളൂ. നിങ്ങൾ സ്കാൻ ചെയ്തോളൂ. അനുവാദം കൊടുക്കാം. യു മേ സ്കാൻ അല്ലേ? ഇതാണ് QR കോഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ഒക്കെ അടച്ച് അവിടെ നിന്നും വീണ്ടും ബൈക്കിൽ വന്നിട്ട് നമ്മൾ വീട്ടിലെത്തി. അല്ല, നിങ്ങൾ എങ്ങോട്ടോ പോവല്ലേ? നിലമ്പൂരിലോട്ട് എങ്ങോട്ടോ പോവല്ലേ? പോയി അവിടെ എല്ലാം കറങ്ങി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത ഞാൻ അച്ഛനോട് പറഞ്ഞാണ് തുള്ളി വീഡിയോ എടുത്താൽ മതി, കാരണം എനിക്ക് ഇന്നലെ തൊട്ട് നല്ല തലവേദന ആണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുവരേക്കും ബൈ.